നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അധിക നാളുകൾ കഴിഞ്ഞിട്ടില്ല. അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളെ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഭീകരവാദികൾ കൊന്നൊടുക്കി. ആ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെയും പങ്കുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇന്ത്യ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആദ്യം ആക്രമണം നടത്തിയത്. ആ ആക്രമണങ്ങൾക്ക് ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ വന്നതുകൊണ്ടാണ് പിന്നീട് പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യക്ക് ആക്രമിക്കേണ്ടതായി വന്നിട്ടുള്ളത്. ആ ആക്രമണം താങ്ങാൻ കഴിയാതെ ഒടുവിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ വേണ്ടി കേണപേക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ച് ഇനിയുണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണവും അത് പാകിസ്ഥാന് നടത്തുന്ന ആക്രമണമായി കണക്കാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി അവസാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്കറിയാം, ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഇന്ത്യക്ക് മറുപടി നൽകാനായി ഇന്ത്യയുടെ നഗരങ്ങളെ ആക്രമിക്കാനായി പാകിസ്ഥാൻ അയച്ചത് മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു. ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നത്. പക്ഷേ ആ ഡ്രോണുകളും മിസൈലുകളും ഒന്നും ലക്ഷ്യം കണ്ടില്ല. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു കളഞ്ഞു എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നത്. അതായത് തിരിച്ച് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ വലിയ വിനാശം വരുത്താൻ സാധിക്കും എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു അത്. പക്ഷേ അതിലൊന്നും പാഠം പഠിക്കാതെ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നിരന്തരം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടായി. അതിർത്തിയിൽ, അതായത് പാകിസ്ഥാൻ അതിർത്തിയിലെ ഈ ലൈൻ ഓഫ് കൺട്രോൾ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പറന്നെത്തി എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 15ഓളം പാക് ഡ്രോണുകൾ ഇന്ത്യയുടെ കേരൻ സെക്ടർ കേന്ദ്രീകരിച്ച് ഇന്ന് എത്തി. കാശ്മീരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6th രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സേനാംഗങ്ങൾ കാണുകയും ആ ഡ്രോണുകളെ അവർ പ്രതിരോധിക്കുകയുമായിരുന്നു. ഇവർ ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് പാക് ഡ്രോണുകൾ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോവുകയുമാണ് ചെയ്തത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 15ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തി കടക്കാനായി, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി ശ്രമിച്ചത്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയില്ല. ആ ഡ്രോണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നോ, അതോ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിർത്തി കടത്തി വിടാനുള്ള ഒരു സംവിധാനമായിരുന്നോ, അതോ ഇന്ത്യയുടെ ഒരു പ്രിപ്പയർഡ്നെസ് പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിരീക്ഷണവുമായി ബന്ധപ്പെട്ട പറക്കലായിരുന്നോ? ഈ കാര്യങ്ങളെല്ലാം സൈന്യം അന്വേഷിക്കുകയാണ്. എന്തായാലും 15ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി ഇന്ന് കശ്മീരിന് മുകളിൽ എത്തിയത്. ഇതിനെയെല്ലാം തുരത്തുകയാണ് ഇന്ത്യൻ സുരക്ഷാ സേന ചെയ്തത്. സമാനമായ രീതിയിൽ ജനുവരി 15-നും ജനുവരി 13-നും ഇത്തരത്തിൽ ഡ്രോണുകൾ എത്തിയിരുന്നു. ഇന്ന് കേരൻ സെക്ടറിലാണ് എത്തിയതെങ്കിൽ ജമ്മു മേഖലയിലാണ് ജനുവരി 15-ന് എത്തിയത്. രജൌരി ഡിസ്ട്രിക്റ്റിലാണ് ജനുവരി 13-ന് ഈ ഡ്രോണുകൾ എത്തിച്ചേർന്നത്. എന്തായാലും പാകിസ്ഥാൻ ഡ്രോണുകൾ ഇപ്പോഴും നമുക്ക് ഭീഷണിയായി തുടരുകയാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. ഇതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലുടനീളം ഡ്രോൺ വേധ മിസൈലുകളും മറ്റും സജ്ജീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ അതിർത്തി കടന്നാൽ ഉടൻ ആകാശത്ത് വച്ച് തന്നെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സേന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.